നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബോംബെ സിനിമയുടെ അണിയറ പ്രവർത്തകരായ മണിരത്നവും മനീഷ കൊയ്രാളയും രാജീവ് മേനോനും ബേക്കൽ കോട്ട സന്ദർശിച്ചു. ചിത്രത്തിന്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് അണിയറ പ്രവർത്തകരുടെ സന്ദർശനം. ടൂറിസം വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ചു മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് സംഘം വീണ്ടും ബേക്കൽ കോട്ടയിലെത്തിയത്. പൊതു ഇടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാഞ്ഞങ്ങാട് 15 വയസ്സുകാരന് നേരെ ക്രൂരമർദ്ദനം. അജാനൂർ ഇട്ടമ്മലിലെ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുകൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ ശലഭോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാൽപന്ത് കളിയിൽ രാജ്യത്തിന് പുറത്തു പോലും ശ്രദ്ധ നേടിയ തൃക്കരിപ്പൂരിൽ ദേശീയ ടെന്നി കൊയ്ത്ത് ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ചതും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാണെന്ന് K നീലകണ്ഠൻ പറഞ്ഞു. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയെത്തി. വാർത്തകൾ വിശദമായി. ബോംബെ സിനിമയുടെ അണിയറ പ്രവർത്തകരായ മണിരത്നവും മനീഷ കൊയ്രാളയും രാജീവ് മേനോനും ബേക്കൽ കോട്ട സന്ദർശിച്ചു. ചിത്രത്തിന്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് അണിയറ പ്രവർത്തകരുടെ സന്ദർശനം. ടൂറിസം വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് സംഘം വീണ്ടും ബേക്കൽ കോട്ടയിലെത്തിയത്. 3 പതിറ്റാണ്ട് മുമ്പ് ബോംബെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ശൈല ബാനുവായി അഭിനയിച്ച മനീഷ കൊയ്രാള വീണ്ടും എത്തി. അന്ന് ഉയിരേ എന്ന നിത്യഹരിത ഗാനത്തിനൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മ പുതുക്കലായി മാറി സന്ദർശനം. ആയിരത്തി 1995 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സംവിധായകനും രചയിതാവുമായ മണിരത്നവും ഛായാഗ്രാഹകൻ രാജീവ് മേനോനും 30 വർഷത്തിനു ശേഷം വീണ്ടും അതേ ലൊക്കേഷനിലെത്തിയപ്പോൾ അത് മറക്കാനാവാത്ത അനുഭവമായി മാറി. സിനിമയിലെ നായകനായ അരവിന്ദ് സ്വാമിയെയും ബേക്കലിൽ എത്തിക്കാൻ ടൂറിസം വകുപ്പ് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം നടന്നില്ല. ഇവരുടെ സംഗമത്തോടെ ബേക്കലിനെ സിനി ടൂറിസം കേന്ദ്രമാക്കുന്നതിന്റെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും സംഘത്തോടൊപ്പം ബേക്കലിൽ എത്തിയത്. ബേക്കൽ കോട്ടയ്ക്ക് പുറമെ തളങ്കരയിലും ബോംബെ സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു. ബോംബെ പോലെ ഉറുമി, മായാനദി, മധുരനമ്പരക്കാറ്റ്, പ്രണയവിലാസം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ രംഗങ്ങളും ബേക്കലിൽ ചിത്രീകരിച്ചിരുന്നു. മലയാളത്തിനു പുറമെ കന്നഡ, തമിഴ്, ഹിന്ദി, മറാഠി, തുളു ഭാഷകളിലായി 100ഓളം സിനിമകളും ബേക്കൽ കോട്ട പശ്ചാത്തലമായി ചിത്രീകരിച്ചിരുന്നു. കാസർഗോഡ് പശ്ചാത്തലമായ പുതിയ സിനിമകൾ വരുന്നുണ്ടെങ്കിലും അതിൽ പലതിലും ബേക്കൽ കോട്ട കടന്നു വരാറില്ല. 30 വർഷത്തിനു ശേഷം മണിരത്നത്തിന്റെയും മനീഷ കൊയ്രാളിയുടെയും സന്ദർശനത്തിലൂടെ ഇന്ത്യൻ സിനിമയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ആഴത്തിൽ പതിഞ്ഞ ബോംബെയുടെ 3 പതിറ്റാണ്ടുകളുടെ സഞ്ചാരം ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ വഴി ഓർമ്മിക്കാൻ അവസരമായി മാറുന്നു.
BRDCയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. പൊതുയിടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പരാതി കേട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇതിനു മുന്നോടിയായി പ്രശ്നങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ജനുവരി മുതൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും അതിക്രമവും തടയുന്നതിന് യാത്രാവേളകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ധൈര്യപൂർവ്വം ഇടപെടുന്നത് തടയുക, തുല്യത നടത്തിവരുന്നത് തടയുക, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അരാജകത്വ ശക്തികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം സ്ത്രീകളെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നു. നിയമപരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ സാങ്കേതിക കാര്യങ്ങൾ പഴുതുകൾ കാരണം രക്ഷപ്പെടുന്നു. ഇത്തരം പ്രവണതകളെ പ്രതിരോധിക്കണമെന്നും അവർ പറഞ്ഞു. പൊതു ഇടങ്ങളിൽ ശൌചാലയങ്ങളുടെ പരിമിതികൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിച്ച് സ്ത്രീ സമൂഹം പുരുഷനോടൊപ്പം പൊതുസമൂഹത്തിൽ സജീവമായി ഇടപെടുന്നത് പോലും തെറ്റാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പോലും ഉയർന്നു വരുന്നത് ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ പുരുഷനും തുല്യമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഇടപെടുന്നതിനും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സമൂഹത്തിൽ എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്ത്രീകളെ വളരെ തെറ്റായി ചിത്രീകരിക്കുന്ന ചില പരാമർശങ്ങളും മറ്റും നമ്മൾ കർശനമായിട്ട് തടയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നിയമപരമായിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർ സാങ്കേതിക കാരണങ്ങളുടെ പുറത്ത് രക്ഷപ്പെട്ടു പോകുന്നതും തടയേണ്ടതായിട്ടുണ്ട്. യാത്രാവേളകളിൽ സ്ത്രീകൾ വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശാരീരികവും ഭൗതികവുമായ പല പ്രശ്നങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നേരിടുന്നു. ശൗചാലയങ്ങളുടെയും മറ്റു പരിമിതികളും വരെ നമ്മുടെ സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗൗരവത്തിലുള്ള സാമൂഹികവും ഭരണപരവുമായ ഇടപെടലുകൾ ആവശ്യമാണ്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചില പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ചൂഷണം, വിവാഹേതര ബന്ധങ്ങൾ വഴി തർക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ 37 പരാതികളാണ് അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗം കേട്ടത്. ഇതിൽ 7 പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട്. 5 പരാതികളിൽ പോലീസിന്റെയും 3 പരാതികളിൽ ജാഗ്രതാ സമിതിയുടെയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരു കേസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. പുതിയൊരു പരാതി കൂടി അദാലത്തിൽ ലഭിച്ചു. 21 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അഡ്വക്കേറ്റ് എം ഇന്ദിരാവതി, ജില്ലാ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉത്തം ദാസ്, കാസർഗോഡ് വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ MV ശരണ്യ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KV ചന്ദ്രിക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് 15 വയസ്സുകാരന് നേരെ ക്രൂരമർദ്ദനം. അജാനൂർ ഇട്ടമ്മലിലെ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസാര പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കാഞ്ഞങ്ങാട് 15 വയസ്സുകാരന് നേരെ ക്രൂരമർദ്ദനം. വിദ്യാർത്ഥിയെ 10ഓളം വരുന്ന സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി അജാനൂർ ഇട്ടമലിലെ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു.
കൈക്കും നെഞ്ചിനും പുറത്തും പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവെ ഒരു സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചതായാണ് പരാതി. അടിയേറ്റ വിദ്യാർത്ഥിയുടെ സുഹൃത്തും ചില വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ വഴക്ക് തർക്കത്തിന്റെ തുടർച്ചയായാണ് ആക്രമണം. ഞാൻ ഈ എക്സാം കഴിഞ്ഞിട്ട് 12 മണി ആ സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ പെരക്കേക്ക് പോകുന്നുണ്ടായിരുന്നു. പോകുമ്പോ ഒരു 10-12 ആള് വന്നിട്ട് എന്നെ ഒരു കാരണവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ എന്നെ നല്ലോണം തച്ച് എന്നെ ചവിട്ടി എല്ലാം ചെയ്തിട്ട് അടുക്കുള്ള വീട്ടുകാർ വരുമ്പോ ഇവര് എല്ലാവരും രക്ഷപ്പെട്ടു പാഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ചങ്ങായി എന്റെ ഇടയിൽ എന്നെ തടുക്കാൻ വരുമ്പോ ഓനെയും ഇവര് പിടിച്ചു മാറ്റിയിട്ട് വേറെ 2 എണ്ണം കൊടുത്തിന്. എന്നിട്ട് ആ വീട്ടുകാർ വന്നത് കൊണ്ട് ഞാന് രക്ഷപ്പെട്ട്. ഇവര് നല്ലോണം ടച്ച്, ഇവര് കുറെ ആളുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് മുഖത്തും കൂടി ചവിട്ടിയിട്ട് നല്ലോണം കുത്തി നല്ലോണം എന്തെല്ലോ ചെയ്തിന്. സംഭവത്തിൽ ആദിലിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുകൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ശലഭോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുകൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റവും ഭാഗ്യശാലികളാണെന്നും അവർ സ്വർഗപ്രവേശനത്തിന് അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ശലഭോത്സവം 25 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ ധന്യമായ ഒരു പരിപാടി എനിക്ക് ആദ്യമാണ്. ഇതിനു മുൻപ് ഇത്രയും ധന്യമായ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ആ കാരണം വിശദീകരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ, അവരിൽ പലരും തങ്ങളുടെ ജീവിതം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ദൈവം കുറച്ചു കാലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതകാലം, അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം പോലെ നിങ്ങൾക്ക് ലഭിച്ച ഈ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു ത്യാഗം വേറെയില്ല. ജീവിതകാലത്ത് നമ്മൾ കാണുന്ന ഒരുപാട് ആളുകൾ അടിച്ച് പൊളിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. മറ്റു പല ആളുകളും പലപ്പോഴും ചുറ്റുപാട് നിരീക്ഷിക്കാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ പിഞ്ചു മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും വേദന കടിച്ചിറക്കിക്കൊണ്ട് ആ വേദന ഹൃദയത്തിൻ്റെ നെഞ്ചിലേക്ക് സ്വയം ആവാഹിച്ചെടുത്തുകൊണ്ട് അതിൽ സംതൃപ്തി കൊണ്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ, ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ മാനേജ്മെന്റ്, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ്, അതുപോലെ ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ഇതിൻ്റെ പാരൻസിനോട് എനിക്ക് ചെറിയ 1-2 കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ ശരീരം, ആത്മാവും ശരീരവും, ജീവിതം ഈ രണ്ടും കൂടി ചേർന്നതാണ്. ആത്മീയത ഒരു ഭാഗത്തുണ്ട്, അത് ആത്മാവിന്റെ ഭാഗമാണ്. അതുപോലെ ശരീരമുണ്ട്. ശരീരത്തെ നോക്കുന്നത് ഡോക്ടർ പ്രഭാർ നമ്പ്യാരെ പോലുള്ള ഡോക്ടർമാരാണ്. ആത്മീയത നോക്കുന്നത് സ്വാമിജിയെ പോലുള്ള, അതല്ലെങ്കിൽ ആത്മീയമായ പരിവേഷമുള്ള സ്പിരിച്വൽ ലീഡേഴ്സാണ് ഇത് നോക്കുന്നത്. റോട്ടറി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ജയേഷ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുക്കു റിപ്പോർട്ട് അവതരണം നടത്തി. 2025-26 വർഷത്തെ വൊക്കേഷണൽ വിഭാഗത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നടന്നു. നല്ലൊരു കയ്യടി കൊടുക്കണം. ശ്രീ കെ അബ്ദുൽ ഖാദർ സർ. ഫൗണ്ടർ ട്രസ്റ്റീസിനുള്ള ആദരവും നടന്നു. HH സ്വാമി മുക്താനന്ദ ആനന്ദാശ്രമം ഫൗണ്ടർ ട്രസ്റ്റീസിനുള്ള ആദരവ് നൽകി. ആവിഷ്കാരമാണ് നമ്മുടെ സ്കൂൾ. 35 കൊല്ലത്തെ പ്രയാണം തികച്ചും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൽ നിന്ന് ആവേശം കൊള്ളുന്നതാണ്. കാരണം ഇത് മറ്റുള്ള സ്കൂൾ മാതിരിയല്ല. ഇത് ഏറ്റവും അർഹതയാണ്, ഏറ്റവും
അർഹിക്കുന്നതായ ഒരു വിഭാഗത്തിനെ നമ്മളെ കൂടെയുള്ള ഒരു സൃഷ്ടിയായി കണക്കാക്കി നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഒരു പരിധി വരെയെങ്കിലും അനുഭവിക്കണമെന്ന് തോന്നുന്ന ആ തീവ്രമായ സങ്കല്പത്തിൻ്റെ ശുദ്ധതയുടെ ആത്മാർത്ഥതയുടെ ഒരു ആവിഷ്കാരമാണ് ഈ സ്കൂള്. ഡോക്ടർ MR നമ്പ്യാർ സ്വാഗതവും ഗജാനൻ കാമത്ത് നന്ദിയും പറഞ്ഞു. പി സുബൈർ, ബിന്ദു, ബീന സുഗു, നർമ്മദ ജയേഷ്, KM വിജയകൃഷ്ണൻ, ഗജാനൻ കാമത്ത്, ജയേഷ് K ജനാർദ്ദനൻ, ഡോക്ടർ മഞ്ജുനാഥ് പൈ, N സുരേഷ്, ഡോക്ടർ MR നമ്പ്യാർ, MC ജേക്കബ്, VKA കരീം, KR ആൽബർട്ട്, K അബ്ദുൾ ഖാദർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ചതും തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാണെന്ന് K നീലകണ്ഠൻ പറഞ്ഞു. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പിണറായിയുടെ ദുർഭരണത്തിൽ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിയ സർക്കാരിനേറ്റ വൻ തിരിച്ചടിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. KSSPA ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു, ട്രഷറർ ബാബു മണിയങ്ങാനം, ജോയിന്റ് സെക്രട്ടറിമാരായ P ശശിധരൻ മാസ്റ്റർ, പുരുഷോത്തമൻ കാടകം, സ്റ്റേറ്റ് കൗൺസിലർ M നാരായണ, മുൻ സ്റ്റേറ്റ് കൗൺസിലർ KP ബലരാമൻ നായർ, ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് VV ജയലക്ഷ്മി ടീച്ചർ, ജില്ലാ സമിതി അംഗങ്ങളായ KV മുകുന്ദൻ, K രമണി, മഞ്ചേശ്വരം നിയോജക മണ്ഡലം സെക്രട്ടറി മൈല നായിക്, കാസർഗോഡ് നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് ശോഭന ശ്രീധരൻ, ബാലകൃഷ്ണൻ കൊട്ടംകുഴി, M കേശവൻ, MK ചന്ദ്രഹാസൻ നമ്പ്യാർ, A കുസുമ ടീച്ചർ, CH വിജയൻ, K കൃഷ്ണൻ, KN മുരളീധരൻ, പള്ളിക്കുഞ്ഞി, KK സുഹറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സീതാരാമല്ല വാർഷിക റിപ്പോർട്ടും ട്രഷറർ TK ശ്രീധരൻ വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ത്രിതല പഞ്ചായത്തിൽ വിജയിച്ച KSSPA അംഗങ്ങളായ ഉഷ അർജുൻ, E ശാന്തകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സീതാരാമല്ല സ്വാഗതവും TK ശ്രീധരൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി M കേശവനെ പ്രസിഡന്റായും ബാലകൃഷ്ണൻ കൊട്ടംകുഴി, KC സുശീല, സെബാസ്റ്റ്യൻ EJ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സീതാരാമല്ലയെ സെക്രട്ടറിയായും രവീന്ദ്രൻ K, ജസീല യൂസഫ്, KK സുഹറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും TK ശ്രീധരനെ ട്രഷററായും K തിലകയെ വനിതാ ഫോറം പ്രസിഡന്റായും K ശാന്തയെ വനിതാ ഫോറം സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സുശീല ഗോപാലന്റെ 24ാം ചരമവാർഷിക അനുസ്മരണ ദിനം ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M സുമതി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ അഖിലേന്ത്യാ നേതാവും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച് ജനകീയമായ ഇടപെടലുകളിലൂടെ ജനകീയയായ സുശീല ഗോപാലന്റെ 24ാം ചരമവാർഷിക അനുസ്മരണ ദിനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M സുമതി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി നേതാവായിട്ടുള്ള കരുണാകര പണിക്കരുടെയും
മരുമകളായിരുന്ന സഖാവ് സുശീല ഗോപാലൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു പ്രക്ഷോഭത്തിലേക്കോ സമരത്തിലേക്കോ എടുത്തു ചാടുക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 9ാം ക്ലാസ്സിലാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരിയെയും കൂട്ടിക്കൊണ്ട് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഹൈസ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തൊരു അനുഭവം സുശീല ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നീട് വേറൊരു സ്കൂളിലാണ് SLC പരീക്ഷ എഴുതുന്നത്, പാസ്സാവുന്നത്. ആ പാസ്സായതിനു ശേഷം ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുകയും പിന്നീട് തിരുവനന്തപുരത്തുള്ള കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PC സുബൈദ അധ്യക്ഷത വഹിച്ചു. PP ശ്യാമളാദേവി, ഓമന രാമചന്ദ്രൻ, ബേബി ബാലകൃഷ്ണൻ, VV പ്രസന്നകുമാരി, KV സുജാത, M ലക്ഷ്മി, AP ഉഷ, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ചന്ദ്രമ്മ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രിക്കകത്ത് ലാബിന് സുരക്ഷാ കവാടം നിർമ്മിച്ചു നൽകി. ഹൃദയ ശസ്ത്രക്രിയ വിധേയരായിട്ടുള്ള രോഗികളുടെ സഹായികൾക്കുള്ള കാത്തിരിപ്പ് മുറിക്കുള്ള വാതിലുകളാണ് പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ലപാടം പ്രവർത്തകർ നൽകിയത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം കാത്ത് ലാബിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷിതത്വം ഒരുക്കി ജില്ലാ ആശുപത്രി കാത്ത് ലാബിന് സുരക്ഷാ കവാടം നിർമ്മിച്ചു നൽകി പള്ളിക്കര സെന്റ് മേരീസ് സ്കൂൾ നല്ലപാടം പ്രവർത്തകർ മാതൃകയായി. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള രോഗികളുടെ സഹായികൾക്കുള്ള കാത്തിരിപ്പ് മുറികൾക്കുള്ള വാതിലുകളാണ് പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ലപാടം പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയത്. പട്ടികളുടെ ശല്യം മൂലം ഇവിടെയെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഏറെ വിഷമിച്ചിരുന്നു. ഇത് നേരിട്ട് ബോധ്യപ്പെട്ട സ്കൂൾ അധികൃതരാണ് സഹായവുമായി ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ ആശുപത്രി കാത്ത് ലാബിന് മുന്നിൽ വച്ച് കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജീരാജൻ്റെ സാന്നിധ്യത്തിൽ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിജിറ്റ്, ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MP GJയ്ക്ക് താക്കോൽ കൈമാറി. സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളിക്കരയിൽ നിന്നുള്ള ടീച്ചേഴ്സും കുട്ടികളുമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജില്ലാ ഹോസ്പിറ്റലിലെ പാവങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ സാധാരണക്കാർക്ക് കടന്നു വരാവുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സുരക്ഷിതത്വവും രോഗികളുടെ സുരക്ഷിതത്വവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ തന്നെ ഹസ്ബൻഡ് രോഗിയായി വന്ന സമയത്ത് അവർ നേരിട്ട ഒരു അനുഭവം, അതായത് രാത്രി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഏതായാലും നായ്ക്കൾ കടന്നു വരുന്നതൊക്കെ അവർ കണ്ടു. അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ സ്റ്റാഫിന് അന്ന് ഇവിടെ ഒന്ന് തോന്നി ഇതിനൊരു ഡോർ ആവശ്യമാണ്, കൂട്ടിരിപ്പ് രോഗികൾക്ക് ഒരു സഹായമായിട്ടൊരു ഡോർ ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ അത് ഞങ്ങൾ സ്കൂളിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോർ നിർമ്മിച്ച് നൽകാമെന്ന് സ്റ്റാഫും കുട്ടികളും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണിത്. ആദ്യമായിട്ട് നമ്മുടെ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിലെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ജില്ലാശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടതും സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ ഉള്ളതുമായ ജനങ്ങളെ ആണ് കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സ്വത്താണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ റിപ്പയർ വർക്കിന് നമുക്ക് ഒരുപാട് സാങ്കേതികതകൾ നേരിടാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സജഷനുമായിട്ട് വന്നത്. വളരെ സന്തോഷം. സ്കൂൾ അധികൃതരുടെ ഈ സത്പ്രവൃത്തി വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിന് സഹായിക്കുമെന്നും സ്കൂളിൻ്റെ ഈ നല്ല പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു എന്നും സൂപ്രണ്ട്
ഡോക്ടർ ജീജ പറഞ്ഞു. പള്ളിക്കര സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപകരായ ജിജിന ഗോപി, EV അശോകൻ, അനിത, നല്ലപാടം പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷം നടന്നു. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയ വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെയാണ് നടന്നത്. പ്രശസ്ത നാടൻപാട്ടു കലാകാരൻ സുഭാഷ് അറുകര ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്നുമില്ലാത്ത കാലത്ത് നിന്നും ഇങ്ങനെ എല്ലാം ഉള്ള കാലത്തിലൂടെ ജീവിച്ചവരാണ് നമ്മൾ. ചെറുപ്പത്തിലന്നു നമ്മൾ മണ്ണുവാരി കളിച്ചപ്പോ അന്ന് നമ്മൾ പറഞ്ഞ് മറന്നുപോയോ. ചെറുപ്പത്തിലന്ന് നമ്മൾ കളിച്ച ചിച്ചിരട്ടായി മുരിങ്ങാപ്പൂ പറക്കിയിട്ട് കറിച്ച ചിച്ചിരട്ടായി മുരിങ്ങാപ്പൂ പറക്കിയിട്ട് കറി വെച്ചു കളിച്ചതും മറന്നുപോയോ. ചെറുപ്പത്തിലന്ന് നമ്മൾ മണ്ണുവാരി കളിച്ചപ്പോ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നുപോയോ. ചെറുപ്പത്തിലന്ന് നമ്മള് എനിക്കൊന്ന് വിളിക്കുന്ന അച്ഛനമ്മമാർ രക്ഷകർത്താക്കളൊക്കെ അങ്ങനെ ഒരു പ്രായത്തിൽ കടന്നു വന്നവരായിരിക്കും. മാവിന്റെ ചുവട്ടിൽ പോയി മാങ്ങ പറിക്കുന്ന എന്നൊരു കാലഘട്ടം, ഓടിപ്പോയി മാങ്ങ പറിക്കാൻ വേണ്ടി ഒന്നിച്ച് കൂക്കി വിളിച്ച് എല്ലാവരെയും കൂട്ടി മാവിൻ ചോട്ടിൽ പോയി കളിച്ചിരുന്ന കാലഘട്ടം. തുടർന്ന് നാടൻ പാട്ടുകളിലൂടെ അദ്ദേഹം കാണികളെ ആനന്ദിപ്പിച്ചു. എന്നും 16 വയസ്സാണ്, കൽപ്പിൽ 7 നേരം കനവാണ്, ഉള്ളിൽ 7 നേരം കനവാണ്. എന്നും 16 വയസ്സാണ്, ഉള്ളിൽ 7 നേരം കനവാണ്, ഉള്ളിൽ 7 നേരം കനവാണ്. പടിഞ്ഞാറൻ കടൽ കരേ പകലം നീ മയങ്ങുമ്പോൾ കുറുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ്. പുതുമുത്തമണിയിട്ട് പുളകങ്ങൾ പൊട്ടിച്ച് പോണാനുണ്ട്. അടിപൊളി. പുതുമുത്തമണിയിട്ട് പുളകങ്ങൾ പൊട്ടിച്ച് പോണാനുണ്ട് ഒരു പുതുമാരൻ. സ്കൂൾ പ്രിൻസിപ്പൽ N. അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി, റീന കുമാരി BH, പ്രവീണ V, ചിത്ര MP എന്നിവർ സംസാരിച്ചു. ദിയ S സ്വാഗതവും അമ്രാസ് നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബോംബെ സിനിമയുടെ അണിയറ പ്രവർത്തകരായ മണിരത്നവും മനീഷ കൊയ്രാളയും രാജീവ് മേനോനും ബേക്കൽ കോട്ട സന്ദർശിച്ചു. ചിത്രത്തിന്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് അണിയറ പ്രവർത്തകരുടെ സന്ദർശനം. ടൂറിസം വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ചു മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് സംഘം വീണ്ടും ബേക്കൽ കോട്ടയിലെത്തിയത്. പൊതു ഇടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാഞ്ഞങ്ങാട് 15 വയസ്സുകാരന് നേരെ ക്രൂരമർദ്ദനം. അജാനൂർ ഇട്ടമ്മലിലെ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുഹൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ ശലഭോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാൽപന്ത് കളിയിൽ രാജ്യത്തിന് പുറത്തു പോലും ശ്രദ്ധ നേടിയ തൃക്കരിപ്പൂരിൽ ദേശീയ ടെന്നി കൊയ്ത്ത് ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു.
KPCC ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ചതും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാണെന്ന് കെ നീലകണ്ഠൻ പറഞ്ഞു. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയെത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.